പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 3 മണി സമയം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് 2 മണിക്കൂറിൽ കർത്താവ് മിശിഹ നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകളെ ധ്യാനിച്ചുകൊണ്ട്, ഈശോയെ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യമാണ് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്ത ആ വലിയ ബലി. ആ ഒരു വലിയ ബോധ്യത്തോടെ നിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് നിന്റെ സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാകാത്ത രീതിയിൽ നീ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമ്പോൾ ഈശോയെ പൂർണ്ണമായി നിന്നിൽ ഞങ്ങൾ ശരണം വയ്ക്കുന്നു. നിന്റെ സ്നേഹത്തിൽ നിന്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ ഞങ്ങളിതാ പൂർണ്ണമായി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ്രയം. നീ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അഭയം. ഒരു വലിയ ബോധ്യത്തോടെ നിന്റെ മുമ്പിലായിരുന്നു ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ അങ്ങ് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് ഈ കരുണയുടെ തിരുമണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിലേക്ക് കടന്നു വരാം. 25-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെല്ലാം നമ്മളെ സ്നേഹിക്കണം, അംഗീകരിക്കണം, മനസ്സിലാക്കണം, നമ്മളോട് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറണമെന്നൊക്കെ. കാരണം മറ്റുള്ളവരുടെ സൗഹൃദങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതൊരു വലിയ വേദനയായിട്ട് മാറുകയാണ്. അതേസമയത്ത് നല്ല സൗഹൃദങ്ങൾ എപ്പോഴും ഏത് സാഹചര്യത്തിലും ജീവിതത്തിൽ വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കും. അവിടെ ഏറ്റവും വലിയ സൗഹൃദം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ സൗഹൃദമാണ്. അതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. കർത്താവിൻ്റെ സൗഹൃദം നമുക്ക് ലഭിക്കുന്നത് അവിടുത്തെ ഭയപ്പെടുന്നവർക്കാണ്. അതായത് പേടിയോടെയല്ല, അല്ലെങ്കിൽ ഒത്തിരിയേറെ ഭയമല്ല, ദൈവഭയത്തോടെ. ദൈവത്തെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല. അത്രമാത്രം ഒരു സ്നേഹത്തിൽ നിന്നുളവാകുന്ന ആ ഒരു ഭയം, ആ ഒരു ഭയത്തോടെ ബഹുമാനത്തോടെ വിറയലോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ദൈവത്തിൻ്റെ ആ ഒരു വലിയ സൗഹൃദം. ദൈവത്തിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുന്നവർക്ക്, ആശ്രയം വയ്ക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കാര്യം. പ്രത്യേകിച്ച് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവ് മിശിഹായുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആരെയും ഒരിക്കലും തള്ളിക്കളയത്തില്ല, ആരെയും ഉപേക്ഷിക്കത്തില്ല. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ ഉടനീളം നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ച നിരവധി വ്യക്തികളെ കാണാൻ പറ്റും. ഒത്തിരിയേറെ ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തികളും ഈശോയുടെ കാരുണ്യം ഓരോ നിമിഷവും അനുഭവിച്ചവരാണ്. അവരുടെ ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും ഒക്കെ അവർക്ക് നഷ്ടമായി. പക്ഷേ
അതൊക്കെ വിഫലമായ സാഹചര്യത്തിലും ദൈവം കരുണ കാണിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് സൗഖ്യം ലഭിച്ചു, സന്തോഷം ലഭിച്ചു, ആശ്വാസം ലഭിച്ചു. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചു. ഒത്തിരിയേറെ ദൈവം കരുണ കാണിച്ച ഒത്തിരിയേറെ അനുഭവങ്ങൾ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമുണ്ട്. സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് ഒത്തിരിയേറെ പ്രശ്നബാധിതമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു സമരിയാക്കാരി സ്ത്രീ. ഈശോയുടെ അടുക്കൽ കടന്നു വരുമ്പോൾ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തരിക. കിണറിൻ്റെ വക്കിലിരുന്നു കൊണ്ടാണ് ആ ഒരു ചോദ്യം ഈശോ ചോദിക്കുക. സമരിയാക്കാരോട് ചോദിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു യഹൂദൻ ഒരു സമരിയാക്കാരിയുടെ മുമ്പിൽ കുടിക്കാൻ വെള്ളം പോലും പോയിട്ട് ഒന്ന് സംസാരിക്കത്ത് പോലുമില്ല. കാരണം അത്രമാത്രം ശത്രുതയിൽ കഴിഞ്ഞിരുന്ന രണ്ട് വിഭാഗക്കാരായിരുന്നു യഹൂദരും സമരിയാക്കാരും. പക്ഷേ ഈശോ ആ ഒരു സ്ത്രീയോട് പറയുകയാണ്, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ അവളുടെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ദൈവത്തിൻ്റെ, അതായത് നീ യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ന്. അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ലാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈശോ ചോദിക്കുകയാണ്, നീ കുടിക്കാൻ വെള്ളം തരിക. ഈശോ ഒത്തിരിയേറെ നടന്ന് ക്ഷീണിതനായിട്ടുള്ള സമയത്താണ് വീണ്ടും ഈശോ ആ ഒരു കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഉയർന്ന ചിന്തയിലേക്ക് ആ സമരിയാക്കാരി സ്ത്രീയെ കൊണ്ടുപോവുകയാണ്. ഈശോ പറയാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അതായത് സാധാരണ നമ്മുടെ ശാരീരികമായ ഒരു ദാഹം തീർക്കുന്നതിനേക്കാൾ ഉപരിയായി ജീവന്റെ ജലം തരുന്നവനാണ് എന്നുള്ള കാര്യം ഈശോ ആ സമരിയാക്കാരി സ്ത്രീയോട് പറയുകയാണ്. അതായത് ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ, അതായത് നിന്റെ മുമ്പിൽ നിന്ന് നിന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യത്തില്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി ജീവജലം ചോദിക്കും. വീണ്ടും ഈശോ ആ ഒരു ജീവജലത്തിൻ്റെ കാര്യം പറഞ്ഞത് അതിൽ നിന്ന് അവളെ കൊണ്ടുപോകുന്നത് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്കാണ് കൊണ്ടുപോകുക. അവള് കൃത്യമായിട്ടും താൻ ആരാണ്, എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായും അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിലൂടെ അവളൊരു വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അവളുടെ ജീവിതങ്ങളെ, പച്ചയായ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ തുറന്നു വയ്ക്കുകയാണ്. അവൾക്ക് ഇനി ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഒന്നുമില്ല. തൻ്റെ പച്ചയായ ജീവിതങ്ങൾ മുഴുവനും ഈശോയുടെ മുമ്പിൽ തുറന്നു വെച്ചു ഒരു നീണ്ട കുമ്പസാരം നടത്തുകയാണ്. ഒരു മടിയും കൂടാതെ ഈശോയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഒത്തിരി സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റും. കാരണം സാധാരണ രീതിയിൽ ആരും സംസാരിക്കാത്തൊരിടത്ത് ഒരാൾ സംസാരിച്ച് അവളെ വേറൊരു ആത്മീയ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത്രമാത്രം ഒരു വലിയ സൗഹൃദത്തിലേക്കാണ് ഈശോ അവളെ ക്ഷണിച്ചത്. കരുണയോടെ അവളെ സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായിരുന്നു അവളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ദൈവം എന്നോട് കരുണ കാണിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. നമ്മൾ അയോഗ്യരായിരുന്നിട്ടും പാപികളായിരുന്നിട്ടും ദൈവവുമായിട്ട് പാപം മൂലം ശത്രുതയിലായിരുന്നപ്പോഴും നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം എന്നോട് നിങ്ങളോട് കരുണ കാണിച്ചു. അതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ആദ്യത്തെ പടി. പിന്നീട് ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം, ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവൻ. അതായത് കുടം എപ്പോഴും അത് ഒരു പ്രതീകമായിട്ടാണ് കാണുക വചനത്തിൽ. ഇത് വേറെ ഒന്നുമില്ല, അവളുടെ ഹൃദയത്തെയാണ് സൂചിപ്പിക്കുക. അവളുടെ ജീവിതം മുഴുവനും, ജീവിതമാകുന്ന ആ ഒരു കുടം കർത്താവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ചിട്ട് അവൾ പോകുന്നത് ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളും പ്രഘോഷിക്കാൻ വേണ്ടി. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ ചെന്നപ്പോഴും എലിസബത്തിനോട് പറയാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദൈവം കരുണ കാണിച്ച ആ ഒരു വലിയ അനുഭവം.
പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയെ തിരിച്ചറിഞ്ഞ് അതിൽ ആശ്രയം വെച്ച് അതിൽ അഭയം പ്രാപിച്ച് അത് പ്രഘോഷിക്കുന്നവരായി ജീവിക്കുന്നവരായി നമ്മൾ മാറും. അവിടെയാണ് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതായി മാറുക. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം, ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് നിൻ്റെ കൂടെയായിരിക്കുവാനും നിൻ്റെ സൗഹൃദം ലഭിക്കുവാനുമാണ്. വചനത്തിൽ നിന്ന് ഞങ്ങൾ അരുളി ചെയ്തതുപോലെ കർത്താവിനെ ഭയപ്പെടുന്നവർക്കാണ് അവിടുത്തെ സൗഹൃദം ലഭിക്കുക. ഈശോയെ, നിൻ്റെ മുമ്പിൽ സർവശക്തനാണെന്നും പരിശുദ്ധനാണെന്നും കരുണാമയനാണെന്നും സ്നേഹമുള്ളവരാണെന്നും പൂർണ്ണമായി മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ നിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളുടെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മരിയൻ ധ്യാനത്തെയും അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവെ എൻ്റെ കരുണയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ ഞങ്ങളിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.